വരുന്നുണ്ടല്ലോ കൃഷ്ണൻ. മിത്രങ്ങളായിരിക്കാം, എങ്കിലും നിങ്ങളുടെ ശത്രുക്കൾ തന്നെയല്ലേ അവര്? പാണ്ഡവർക്ക് വേണ്ടി പുലംബനം ചെയ്തു നടക്കുന്നവൻ കൃഷ്ണൻ. ഗോപാലനായവൻ ഓർത്തിടുമ്പോൾ ഭൂപാലൻ ഒന്നിച്ച് ഭുജിച്ചുകൂടാ. കൃഷ്ണൻ ദൂതനായി വരുന്ന സമയത്തെങ്കിൽ ആരെങ്കിലും കൃഷ്ണനെ കണ്ടെഴുന്നേറ്റ് പോയാൽ തക്ക ശിക്ഷ തന്നെ നാം നൽകും. മടയന്മാർക്ക് ശിരോലങ്കാരമായി വരുന്ന കൃഷ്ണൻ വന്ന് ഒരാൾ പോലും എഴുന്നേൽക്കാൻ പാടില്ല. അഥവാ ആരെങ്കിലും എഴുന്നേറ്റാൽ തന്നെ തക്ക ശിക്ഷ തന്നെ നാം നൽകുന്നതായിരിക്കും. ഈ പുലമ്പനം ഒരു കൃഷ്ണസേവ. ഇതിൽ ആരെങ്കിലും കൃഷ്ണനെ കണ്ടെഴുന്നേറ്റാൽ 12 ഭാരം സ്വർണ്ണം. അതാണ് എന്റെ ഉത്തരവ്. അതിനു കഴിവില്ലാത്തവർ 12 കാളയുടെ ജോലി ചെയ്ത് കൊട്ടാരത്തിന് അടിമ ജീവിതം നയിക്കണം. എന്താണ് ഇവിടെ നടക്കുന്നത്? അതാ അവിടെ എഴുന്നേൽക്കുന്നു, ഇതാ ഇവിടെ ഇവിടെ എഴുന്നേൽക്കുന്നു. അല്ലയോ ദുര്യോധന, നാം വന്നത് വേറൊന്നിനുമല്ല, പാണ്ഡവരും കൗരവരും തമ്മിൽ യോജിക്കണം എന്നതിനാണ്. അക്ഷയശക്തികളിൽ ഒന്നായ ദുര്യോധനും ഭീമനും ഗത തോളത്ത് വെച്ചാൽ ആരാണ് തടുക്കാൻ ശ്രമിക്കുക? ആരുണ്ട് ദുര്യോധനെ ജയിക്കാൻ, ഭീമനെ ജയിക്കാൻ? അർജുനനും കർണനും ആരാണ് വില്ലാള വീരൻ എന്നറിയില്ല. അവർ തമ്മിൽ ഒന്നിച്ചാൽ ആരുണ്ട് അവരെ ജയിക്കാൻ? അതുകൊണ്ട് ഒഴിവാക്കൂ ഈ ധർമ്മം. അല്ലയോ കൃഷ്ണ, അവിടുന്ന് സൂത്രശാലിയാണ്, സാമർത്ഥ്യനാണ്. പാണ്ഡവരുടെ ദൂതും പേറി പകുതിയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു ഒരു രാധാകൃഷ്ണൻ. ഇതു നല്ല നയം. ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു മഹാസൗധമോ ഒരു നാഴി മണ്ണ് പോലും ലഭിക്കാൻ പോകുന്നില്ല പാണ്ഡവർക്ക്. മുടക്കം കൊലപാതകരിക്കുന്ന ദുര്യോധന, നാം ഇവിടെ സന്ധി ചേരാൻ വന്നതാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് പറയാം. കുരുവംശ രാജാവായ വിചിത്രവീരന്റെ പത്നി അംബികയുടെ ധൃതരാഷ്ട്രർ രാജപത്നല്ല എന്നുള്ള കാര്യം അറിവുണ്ടോ നിനക്ക്? ഒരു ദൂതന് ചേർന്ന വാക്യമല്ലത്. ഹേ കൃഷ്ണ, പാണ്ഡവരുടെ അച്ചാരം പേര് വന്ന് കൗരവസേനയെ വെല്ലുവിളിക്കുന്നു. ഇന്ന് അവസാനിപ്പിക്കും ഞാൻ ഈ ധിക്കാരം. ആരിവിടെ പിടിച്ചു കെട്ടു ഈ കൃഷ്ണനെ. ഹേ ത്രിപുത്ര, മൂഢത്വത്തിന്റെ അവസാന വാക്കാണ് നീ. ദേവതപോഗണങ്ങൾ നിന്നെ തൊട്ടു തീണ്ടിയിട്ടില്ല. കാരണം കൗരവപ്പടയിൽ നീ അധമനാണ്. സന്ധി ചേരാൻ വന്ന എന്നോട് ധിക്കാരം കാട്ടിയ നീ ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകും. അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ജരാനരകൾ ഏറ്റുവാങ്ങി ജീവിതം അഗ്നിയിൽ ദഹിക്കാൻ അടിയനിരി നാളുകളില്ല. എന്നിലെ അന്ധത അവിടുത്തെ വിശ്വരൂപം എന്റെ ഉൾക്കണ്ണാൽ കാണുന്നു കൃഷ്ണ. നടന്നതിനൊക്കവേ ഞാൻ മാപ്പ് ചോദിക്കുന്നു കൃഷ്ണ. അവിവേകിയായ എന്റെ മകനോട് ഓർത്താനും ഭഗവാനെ ഓർത്താൻ. ദുര്യോധന പിതാവേ, എന്തിനാണോ നാം വന്നത് ആ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി കാലം കാത്തുവച്ച നിയമമേ കൗരവപുത്രന്മാർക്ക് വിധിച്ചിട്ടുള്ളൂ.
അതങ്ങേക്ക് വൈകാതെ മനസ്സിലായി.